അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ എക്കാലവും സ്മരിക്കപ്പെടുന്ന ബദറിലെ ചില രംഗങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബദർ കേവലം ഒരു യുദ്ധം മാത്രമായിരുന്നില്ല. അതിന്റെ മുമ്പും ശേഷവും ഒരുപാട് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അവിസ്മരണീയമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അനുചരരും സഹിച്ച ത്യാഗത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തെ ഭേദിച്ച് 313 വരുന്ന സ്വഹാബാക്കൾ ബദറിൽ വിജയാശീലരാവുകയാണ്. ശത്രു പ്രമുഖന്മാരിൽ പലരും കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ അവരുടെ ജീവനും കൊണ്ട് മക്ക നഗരത്തിലേക്ക് തിരിച്ചോടുകയാണ്. പേടിച്ചോട്ടക്കാരനായ ആദ്യ മനുഷ്യന് വിലാപം. ഇറങ്ങി ബദാലും ഇതിക്ക് ഹലാക വക കേട്ടു നഗരെല്ലാരും അറിഞ്ഞേ വന്ന് ജനങ്ങളവനെ പോതിന്നേ സകലരും ചൂടന്ന പാതതുമോ കാറ്റിപ്പു സായിറകുൽ തൻദുസ്. ഏറ്റവും മുന്നിലെത്തിയ പേടിച്ചോട്ടക്കാരനായ ആ പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, മക്കക്കാരെ, നാം യുദ്ധത്തിൽ പരാജയപ്പെട്ടു. മക്ക നഗരത്തിലേക്ക് വലിയൊരു വിപത്ത് വന്നുപെട്ടിരിക്കുന്നു. ഇത് കേട്ട സ്ത്രീകൾ, മക്കയിലെ സ്ത്രീകൾ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ്. പൊട്ടിക്കരച്ചിലിന്റെയും അട്ടഹാസത്തിന്റെയും പ്രകമ്പനം കൊണ്ട് മക്ക നഗരം അതാ പ്രകമ്പനം കൊള്ളുകയാണ്. ഈ സമയം താൻ കേട്ടതൊന്നും വിശ്വസിക്കാതെ അബൂലഹബ്, യുദ്ധത്തിന് പോകാത്ത അബൂലഹബ് തന്റെ സഹോദരപുത്രനായ അബൂ സുഫിയാൻ ഇബ്നു ഹാരിസിനോട് യുദ്ധവിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഒരു സാരത്തിൽ ഇടയിൽ പറവാൻ മുഹമ്മദ് പരിഗോർഗലിൽ. സഹോദരപുത്ര, നാം 1 മണിക്കൂറോളം യുദ്ധം ചെയ്തു. അതിനുശേഷം അതാ ആകാശ ലോകത്ത് നിന്ന് ഒരു കൂട്ടറിനായി അവ തന്നിന്നും അവരെ ഉടൽ ചമയും വെള്ള പരികൾ നൽകാൻ രണ്ടും ആ സമയത്താണ് ആകാശ ലോകത്ത് നിന്ന് വെളുപ്പും കറുപ്പും നിറമുള്ള കുതിരകളിൽ വെള്ള വസ്ത്രധാരികളായ അവർ കാരണമാണ് ബദറിൽ നാം പരാജയപ്പെട്ടത്. ഇത് കേട്ടത് ദൂരെ നിന്നിരുന്ന അബൂ റാഫി തങ്ങൾ. ഇസ്ലാം സ്വീകരിച്ചവരിൽ രഹസ്യമായി സ്വീകരിച്ച ഒരാളായിരുന്നു അബൂ റാഫി തങ്ങൾ. അബൂ റാഫി തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹുമുൽ മലായിക, അവരാണ് അള്ളാഹുവിന്റെ മലായിക്കത്ത്. ദുഷ്ടനായ അബൂ ജഹലിന് അബൂ റാഫി തങ്ങളുടെ അഭിപ്രായം തീരെ പിടിച്ചില്ല. അബൂ റാഫി തങ്ങളെ ആഞ്ഞടിച്ചുകൊണ്ട് നിലത്തുരുട്ടി തങ്ങളെ നെഞ്ചത്തടിച്ച് അബൂ ജഹൽ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. തന്റെ ഭർത്താവിന്റെ സേവകനായ അബൂ റാഫി തങ്ങളെ അബൂ ലഹബ് മർദ്ദിക്കുന്നത് കണ്ട് ഉമ്മുൽ ഫദ്ൽ ബീവിക്ക് സഹിച്ചില്ല.
ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുന്തമെടുത്ത് അബൂലഹബിന്റെ തലക്ക് ആഞ്ഞടിക്കുകയാണ്. കണ്ടിടെ ഉമ്മുൽ ഫളിൽ ബീവി അബ്ബാസിന്റെ വിരോധത്താലേ മനക്കുള്ളയ പോലുണ്ട് കണിയാൽ ചെണ്ടയെടുത്തിട്ടാലേ. കണ്ടിടെ ഉമ്മുൽ ഫളിൽ ബീവി അബ്ബാസിന്റെ വിരോധത്താലേ മനക്കുള്ളയ പോലുണ്ട് കണിയാൽ ചെണ്ടയെടുത്തിട്ടാലേ. അടിയേറ്റ് അബൂലഹബിന്റെ വ്രണം പഴുക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്തു. അത് കാരണമാണ് അബൂലഹബ് മരണപ്പെട്ടത്. ബദ്രിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദ്രിന്റെ കാരണമാണ് അബൂലഹബിന്റെ അന്ത്യം. ഈ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരരും യുദ്ധത്തിൽ വിജയാശീലരായി മദീനയിലേക്ക് നടന്നു നീങ്ങുകയാണ്. മദീനക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തു. എന്നിട്ട് സ്വഹാബാക്കൾ 70ഓളം വരുന്ന യുദ്ധ തടവുകാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ കാര്യം അന്വേഷിച്ചു വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ എന്ത് ചെയ്യണമെന്ന് സ്വഹാബാക്കളോട് കാര്യം അന്വേഷിക്കുകയാണ്. ചേരെ മുത്തഹമ്മദ് നബി ബൈത്തിരംഗേ ചിറകറ്റോടനെയും കൊണ്ടരി ഗോണത്തി ഫാരിദ പൂരി ത്വയ്ബ പൂരിന്നെല്ലാം ഹബീബുള്ള ഫദ്ലു കതീറും അലൈക ഫിന്നാ. മോചനദ്രവ്യം വാങ്ങി അവരെ വെറുതെ വിട്ടേക്കാം നബിയെ എന്നായിരുന്നു അബൂബക്കർ തങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഉമർ തങ്ങളോ അവരെല്ലാം നബിയെ അവർ കവാഫറിന്റെ ഇമാമിങ്ങളാണ്. നബി അവരെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല, അവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യണം എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുലനം ചെയ്തുകൊണ്ട് സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയും ഉമർ റളിയല്ലാഹു അൻഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തു. ആ രംഗം മഹാകവി മൊയിൻകെട്ട് വൈദ്യർ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അബൂബക്കറുടെ വിധമൊഴിയുകമാ നമ്മുടെ ഇബ്രാഹിം നബിയുടെ തലമ അബൂബക്കറുടെ വിധമൊഴിയുകമാ നമ്മുടെ ഇബ്രാഹിം നബിയുടെ തലമ നിലവസല ഉലകരിമയമ തേടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും അവിടുത്തെ അനുചരന്മാരുടെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പരിപാടി കഴിഞ്ഞാലുടൻ കാറ്റഗറി എ വിഭാഗം ഗ്രൂപ്പ് സോങ് നടക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ഗ്രീൻ റൂമുമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത സൂചനാക്ഷരം സി.